ഇയാൾക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ബന്ധുവായ ഒരു യുവതിയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. 16 വയസ്സുള്ളപ്പോൾ ഒരു സെക്സ് മാഫിയയ്ക്ക് വിൽക്കാൻ ഈ യുവതി ശ്രമിച്ചുവെന്നാണ് മൂവാറ്റുപുഴ സ്വദേശിനി DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആ പെൺകുട്ടി നമുക്കൊപ്പം ഒരു റിപ്പോർട്ടറോടൊപ്പം തത്സമയം ചേരുകയാണ്. നമസ്കാരം. താങ്കളെ വിൽക്കാൻ ശ്രമിച്ചുവെന്ന് താങ്കൾ ആരോപിക്കുന്ന യുവതിയുമായി താങ്കളുടെ ബന്ധമെന്താണ്? എന്റെ അമ്മയുടെ സഹോദരിയുടെ മോളാണ്. അമ്മയുടെ സഹോദരിയുടെ മോളാണ്. അപ്പൊ ഇവരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുമായിരുന്നു കുട്ടിക്കാലത്ത്? അതെ. ഇല്ല, അവര് ചെന്നൈയിൽ സെറ്റിൽഡ് ആയിരുന്നു. കോവിഡ് ടൈം നമ്മൾ അങ്ങനെ തമ്മിൽ കാണാറില്ല. ഇപ്പോൾ ഈ പരാതി നൽകാനുള്ള ഒരു കാരണം ഞാൻ അതിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ഇതിൽ നിന്നും തുടങ്ങണ്ട. ഈ ഒരു ഇന്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഇതിനകത്ത് മുട്ട നന്നായിട്ട് ഉരുണ്ട് കളിക്കുന്നുണ്ട്. സാധാരണ ഇതുപോലെ പറഞ്ഞ ഒരാളെ കിട്ടിയാൽ മുട്ട ഏതൊക്കെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. തകർത്ത് തരിപ്പണമാക്കി, ഉസ്താദാക്കി, കലപ്പാക്കി, അങ്ങ് കൊളാബറേഷൻ ആക്കുന്ന ഒരു സ്വഭാവം മിസ്റ്റർ മുട്ടയ്ക്കുണ്ട്. മുട്ട കണ്ടുപിടിക്കും കാര്യം. പക്ഷേ ഇതിനകത്ത് മുട്ടയുടെ പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത്. ഒരു കാര്യം പറയാനുണ്ട്, അതായത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ബോറടിക്കേണ്ട, ബട്ട് സ്റ്റിൽ അതാണ് ഫാക്ട്. നിങ്ങൾ ലൈംഗിക തൊഴിലാളിയാണെങ്കിൽ പോലും നിങ്ങളുടെ കൺസെൻറ്റില്ലാതെ നിങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ക്രൈം തന്നെയാണ്. അത് ഒരു ജനപ്രതിനിധി ചെയ്യുകയാണെങ്കിൽ അത് മാസ് ക്രൈമാണ്. കാരണം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് വരാൻ സാധ്യതയുള്ളത് പെണ്ണുങ്ങളാണ്. ഈ രീതിയിൽ മനസ്സുഖം അനുഭവിക്കുന്ന മാനസിക വൈകല്യമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അടുത്തേക്ക് പൊതുജനം എന്ന രീതിയിൽ ഒരു പെണ്ണും വരില്ല. കാരണം അവൻ മിസ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഒരുത്തന് ആ പദവിയിലിരിക്കാൻ അധികാരമില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ഇതുപോലെ അലിഗേഷൻ വന്നാൽ രാജിവെച്ചൊഴിയണം എന്ന് നിർബന്ധമായും പറയുന്നത്. ഇറങ്ങിപ്പോണം, നീ അർഹിക്കുന്ന സാധനമേ അല്ല. ഒരു കൊച്ചു വിളിച്ചപ്പോൾ എനിക്ക് അന്തസ്സുണ്ടോടോ എന്ന് ചോദിച്ചാൽ അലവലാതിയാണ് മുകേഷ്. മുകേഷ് എന്ന വ്യക്തിയുടെ പല രീതിയിലുള്ള കോമഡിയും അത് അയാളൊരു കലാകാരൻ ആണ് എന്ന രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിനപ്പുറം അയാളിരിക്കുന്ന പദവിക്ക് യോജിച്ച രീതിയിലേ അല്ല. വളരെ വൾഗറായി സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിലുള്ള വൾഗർ കോമഡികൾ പറയുന്നതിൽ ഇയാൾ ഭയങ്കര മഞ്ഞനാണ്. ചില സമയത്ത് കുറച്ച് വസ്തുതാപരമായ കാര്യങ്ങൾ പറയാറുമുണ്ട്. ആളുകളെ കളിയാക്കുന്നതാണ് അയാളുടെ ജോലി, അത് അയാളുടെ തൊഴിലാണ്, സമ്മതിച്ചു. പക്ഷേ അവിടെ സ്ത്രീകളെ അവഹേളിച്ചു കൊണ്ടുകൊണ്ടുള്ള അയാളുടെ കോമഡി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മുകേഷ് ചെയ്തത് 100% തെറ്റായ ഒരു കാര്യമാണ്. ഇനി ഈ പറയുന്ന പെൺകുട്ടി ആലുവ സ്വദേശിനി കുഴപ്പക്കാരിയാണെന്ന് തന്നെ വെക്കാം. ഓക്കെ, നമ്മൾ തർക്കിക്കുന്നില്ല, അങ്ങനെ തന്നെ വെക്കാം. ആ പെൺകുട്ടി കൊടുത്ത അലിഗേഷൻ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ എക്സിസ്റ്റ് ചെയ്യും, അതെടുത്ത് കളയാൻ പറ്റത്തില്ല. അവർ പൈസ ചോദിച്ചു എന്ന കാരണം കൊണ്ട് ഇതിനൊരു ക്രോസ് അലിഗേഷൻ കൊടുക്കാൻ പറ്റും. കാരണം വാദിക്കാനുള്ള പെർമിഷനാണ് മുകേഷിന് കൊടുത്ത. മുകേഷ് കുറ്റക്കാരനല്ലെന്ന് പറയുന്നില്ല. അയാളുടെ പൊസിഷനെ മിസ്യൂസ് ചെയ്തു എന്ന് ആ സ്ത്രീക്ക് തെളിയിക്കാൻ സാധിച്ചാൽ മുകേഷിന് പണി തന്നെയാണത്, തർക്കം വേണ്ട. മേതിൽ ദേവികയ്ക്ക് പുതിയ സിനിമ കിട്ടി. മേതിൽ ദേവിക അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുകേഷിനെ പറ്റി വായ്ത്തോരാതെ വായ്ത്താളം പറയുന്നുണ്ട്. അതായത് മഞ്ജു വാര്യർ ലെവലിലുള്ള ഒരു പ്രത്യേകതര സംഗതിയാണ് മേതിൽ ദേവിക ഫോളോ അപ്പ് ചെയ്യുന്നത്. പുള്ളിക്കൊപ്പം ഉള്ള റിലേഷൻഷിപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുള്ളിയിൽ നിന്ന് മാറി പകരം പുള്ളിയെ റെസ്പെക്റ്റ് ചെയ്യുന്നു, വീട്ടിൽ വരാൻ അനുവദിക്കുന്നു. അത്യാവശ്യം വേണ്ടിടത്തിൽ ഉരുക്കി ഒഴിച്ച ആ ഉരുക്ക്, ആ മെഴുകു അതെടുത്ത് മാറ്റി കൊടുക്കുന്നു. പിന്നീട് അത് വീണ്ടും എടുത്ത് മെഴുക് ഫിറ്റ് ചെയ്യുന്നു. കാര്യം മറ്റൊന്നുമില്ല, സിനിമയിലേക്ക് ചാൻസ്, അത്രയേ ഉള്ളൂ. ഈ സമാധാനപരമായി സംസാരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ തന്നെ ഭയങ്കര സംഭവമാണെന്ന് പറയരുത്. അവരാണ് ലോക കള്ളികളെന്നുള്ളത് വസ്തുത. ബടാ ബഹളം പറയുന്നവരൊക്കെ പാവങ്ങളുമായിരിക്കും. എനിവേ, ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഈ പറയുന്ന മൊട്ടയ്ക്ക് കാര്യമായിട്ട് ഇവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റുന്നത്? അവർ ചോദിച്ച ചോദ്യത്തിൽ അവർ വീണിട്ടുമുണ്ട്. ഇയാൾ ചോദിച്ച ചോദ്യം ആദ്യം കേൾക്കണ്ടേ? ഇയാൾ ചോദിച്ചു, നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ടോ? ഉണ്ട് എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് തപ്പുന്നുണ്ട്. അധികം അവർ സംസാരിക്കാതിരിക്കാൻ ഇയാൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സോറി, എനിക്ക് വീഡിയോ ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ പ്ലേ ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഇന്നലെ ഇത് ന്യൂസ് ചാനലിൽ പറഞ്ഞപ്പം എനിക്ക് അതിനിടയിൽ കുറെ കമന്റ്സ് വന്നു. ഞാൻ ഇപ്പം ഉറങ്ങി കിടക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്? ഏതെന്തൊരു കള്ളക്കഥയാണ്, കെട്ടുകഥയാണെന്ന് കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കതെല്ലാം ഒന്ന് വ്യക്തതയോടെ നിങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ലൈവിൽ വന്നത്. അതെ അതെ അതെ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്യുകയാണ്. ഈ യുവതിയുമായി താങ്കൾ ഇടയ്ക്ക് കാണാറുണ്ടോ? അവരുമായി ബന്ധപ്പെട്ടോ? ഈ അമ്മയുടെ സഹോദരിയുടെ മകളുമായി? ഇല്ല, അവരെ
ഇത്രയും ദിവസം അവർക്ക് സമൂഹം അറിയണമെന്ന് ഇറങ്ങി പുറപ്പെടണമെന്ന് തോന്നിയിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞാൽ ആരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈ പറയുന്ന വ്യക്തിക്കൊപ്പമാണ്. പിന്നെ മുട്ട കടന്നങ്ങ് പേടിച്ച് തിളയ്ക്കുന്നുണ്ടല്ലോ, മൊത്തത്തിൽ എവിഡൻസ് ഉണ്ടല്ലോ, അവർ പറയുന്നുണ്ടല്ലോ അവരുടെ പേര് പറഞ്ഞു എന്ന്. പിന്നെ എന്തിനാ ഈ ഡ്യൂപ്ലിക്കേറ്റ് നാടകം കാണിക്കുന്നത്? ഈ ഒരു വിഷയത്തിൽ ഇയാൾ പറയുന്നത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇയാളുടെ വെപ്രാളവും അസ്ത്രീയൊന്നും പറയാൻ അനുവദിക്കാതെയുള്ള ഡബ്ല്യൂ പറച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്. എന്ത് രീതിയിൽ ഏത് രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്താലും എത്ര ജാമ്യം കൊടുത്താലും കള്ളനെ കള്ളൻ എന്ന് തന്നെ മനസ്സിലാകും. ഇതേ സാധനം വിതുര കേസിലും ജഗതി കുറ്റവിമുക്തനാണ്. ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അണ്ടർ ഏജിലുള്ള പെൺകുട്ടിയെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഒരു ക്രിമിനൽ തന്നെയാണത്. അക്യൂസ് എന്ന് മാത്രമല്ല, ക്രിമിനലാണ്. അല്ലെങ്കിൽ ആ ഏജിലുള്ള ഒരു പെൺകുട്ടിയെ തൊടില്ല, കൺസെൻറ്റോട് കൂടി എന്നങ്ങ് ആക്കി തീർത്തു. ആ പെൺകുട്ടിയുടെ റേഷൻ കാർഡും ബാക്കിയുള്ള ഡീറ്റെയിലും വെക്കുന്നത് അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയാണെന്നാണ്. ക്രൈം അവിടെ ഉണ്ട്. പൊതുജനത്തിന് മനസ്സിലാകുന്നുണ്ട്. കോടതിക്ക് മനസ്സിലാകാതിരിക്കാൻ കോടതിയിൽ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി അങ്ങോട്ട് പിരിത്തുവിടുന്നു. പക്ഷെ പൊതുസമൂഹത്തിന് മനസ്സിലായില്ല. ആ പെൺകുട്ടി പറയണ മനസ്സിലാകുന്നില്ലേ? എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാവില്ലെന്ന് അഭിനയിക്കുന്നതാണ്. മുകേഷ് വെറും ഒരു സ്ത്രീ ലംബടനാണ്, തർക്കമേ വേണ്ട. കാരണം സരിത അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സരിത പറയുന്നുണ്ട്, അടുത്ത ഈ മേതിൽ തേവിക പല പ്രാവശ്യം പല സൂചനകൾ തന്നിട്ടുണ്ട്. ഇപ്പം അവർക്ക് സിനിമയിൽ ഇത് കിട്ടിയത് കൊണ്ട് തള്ളയുടെ വായിക്കാത്ത എന്തരാ ഇരിക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അവരും ഇത് പറയേണ്ടതാണ്, പക്ഷെ അവർ മിണ്ടൂല. കാരണം അവർക്കറിയാം ഇതൊരു കിടിലൻ സംഗതിയാണ്, ഇവനെ പിണക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഉപദ്രവിക്കും എന്നുള്ളത് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് ഈ ഒളിച്ചു നോക്കലുകൾ നടത്തുന്നത്. ഇയാളും ഇപ്പം ഈ കാണിക്കുന്ന ഇത് തന്നെയാണ്. ഏതായാലും ഇതിനെപ്പറ്റി നമ്മുടെ ആലുവ സ്വദേശിക്ക് എന്തോ പറയാനുണ്ടെന്ന് നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. പോണതല്ലേ, ഒന്നും കൂടെ കേൾക്കാം. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല. കാരണം ഇത് ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ 50ഓളം കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ 14 എം എൽ എമാരുടെ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി 4 MLA, 2 മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ്. ആരും വിശ്വസിക്കുന്നത്. കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിയെന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട്. പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയാണ് മറ്റേ UK-യിലെ ഒരു സ്പോൺസർ. അപ്പോൾ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ. അപ്പം ഇവരെല്ലാവരും കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ല, ഒന്നും അറിയത്തില്ലല്ലോ. അതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല, ഇതിൽ യാതൊരു സത്യവുമില്ല. ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ, ഈ കുട്ടിയെക്കുറിച്ച് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും, ഈ കുട്ടി ആരാണെന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനുജത്തിയുടെ മോള് തന്നെയാണ്, ഭയങ്കര പ്രശ്നക്കാരിയാണ്. പെൺകുട്ടിയെ പറ്റി വളരെ മോശമാണ് ഇവർക്ക് പറയാനുള്ളത്. അതെന്തെങ്കിലും ആവട്ടെ, ഇനിയും കുറേ പേരുടെ കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ്. സത്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ പറയാനുള്ളൂ, ആണുങ്ങളോടാണ്. നിങ്ങൾ ഇനി അത്രയും മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് മെറ്റീരിയൽ വരുത്തി അതിനകത്ത് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും നല്ലത്. കൺസെൻറ്റോട് കൂടി അല്ല എന്ന് പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അവക്കൊപ്പം നിൽക്കും എന്നുള്ളത് വസ്തുത. ഉദാഹരണം, കേസുകൾ വരാറുണ്ട്, ജയിലിൽ പിടിച്ചിടാറുണ്ട്, ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് പൊരുതാറുണ്ട്, പക്ഷെ എന്നാലും ശിക്ഷ കിട്ടാറുണ്ട്, പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടി വരാറുണ്ട്. ആർക്കെന്നറിയാമോ? പ്രണയിതാക്കളായി കൊണ്ടു കിടന്നിട്ട് അവസാനം അവളെ ഉപയോഗിച്ചിട്ട് കളയുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഒരു വിളിപ്പേരിട്ടിട്ടൊരു സാധനം തരുന്നില്ലേ? അതുപോലൊരു സിസ്റ്റം. നിങ്ങൾ പോകുന്നത് അതൊരു തൊഴിലായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ ലൈംഗിക തൊഴിലാളിയാണെന്ന് അവർ സ്വയം അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പബ്ലിക്കിൽ അവർക്ക് അങ്ങനെ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടാൻ പറ്റുമെന്നതൊഴികെ അവരൊരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് ഇഷ്ടമുള്ളവരോടത്തൊക്കെ പോകാൻ പറ്റും. അതിലവർക്ക് കൺസെൻ്റ് ഇല്ല എന്നാണെങ്കിൽ പോയവന്മാർക്ക് പണിയും കിട്ടും. ഇനിയെങ്കിലും പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് തള്ളി കയറാതിരിക്കുക. പെണ്ണുങ്ങൾ തിരിച്ച് പണിതാൽ പണി തന്നെയാണ്. ഒരു പരിധിക്ക് അങ്ങ് അടങ്ങുന്നതാണ് നല്ലത്. വീട്ടിൽ പെണ്ണുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആവുക. അല്ലാച്ചാൽ പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്നവരുണ്ടാകും, അവരടുത്തേക്ക് പോവുക. അല്ലാതെ കാണുന്ന എല്ലാ പെണ്ണുങ്ങളെടുത്തും പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഇത് കിട്ടണമെന്നുള്ളത് എൻ്റെയും വാദമാണ്. മുകേഷ് എന്ന് പറയുന്ന വൃത്തികെട്ട സാധനത്തിനെ സപ്പോർട്ട് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. അയാൾ വേറെ സ്ത്രീ ലംബടനാണ്.
അയാൾ ഈ ഒരു സഖാവാണ് എന്ന ഒരൊറ്റ ഇതിനകത്ത് വെച്ചിട്ട് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യമൃഗങ്ങളായ സഖാക്കളോട് എൻ്റെ നടുവിരൽ നമസ്കാരം. പാർട്ടിയോ രാഷ്ട്രീയമോ ഒരു വാഴയ്ക്കയും ഇതിനെതിരായിട്ട് നിൽക്കരുതെന്നുള്ളതാണ്. അവനെ ഇപ്പം മൂക്ക് കയറിയിട്ടില്ലെങ്കിൽ അവൻ നിർബാധം ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇനിയും തുടരെ അവൻ വീണ്ടും പെൺകുട്ടികളെ പറയും. ധൈര്യമില്ലാത്ത പെൺകുട്ടികൾ ഇത് അനുഭവിക്കേണ്ടി വരും. എല്ലാവർക്കും ഈ താല്പര്യമില്ല എന്നുള്ളത് വസ്തുത. ആ കൊച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഇകഴ്ത്താനും അടിച്ചൊതുക്കാനുമായിട്ട് അടുത്ത ആളെയും കൊണ്ടുവന്ന് നിൽക്കുന്നതോടൊപ്പം നമുക്ക് മനസ്സിലാവുള്ള ടാർഗറ്റഡ് ആണ്. അവളുടെ ഇമെയിൽ ID എടുക്കുന്നു, അവളുടെ ഫേസ്ബുക്ക് പാസ്വേഡ് മാറ്റുന്നു, മൊത്തത്തിൽ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അവൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ തീരുമാനം തന്നെയാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് മൈ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് സഫ്യമല്ലാത്തതാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മറുപടിയും കിട്ടും.